കൊണ്ടോട്ടിയിൽ മദ്രസയിൽ 12 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച അധ്യാപകനെ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം നവംബറിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് പെരിന്തൽമണ്ണ കൊളത്തൂർ കൊണ്ടത്ത് മുഹമ്മദ് അഷ്റഫിനെ അറസ്റ്റ് ചെയ്തത്. സംഭവം കഴിഞ്ഞ് 7 മാസങ്ങൾക്ക് ശേഷം കൊണ്ടോട്ടി പോലീസ് ഇൻസ്പെക്ടർ PM ഷമീറാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പീഡനത്തിനിരയായ കുട്ടിയുടെ പരാതിയിൽ കേസെടുത്തിരുന്നെങ്കിലും ഇയാൾ ഡൽഹി, അജ്മീർ, ഹൈദരാബാദ്, ഏർവാടി, മംഗലാപുരം തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ കറങ്ങി നടക്കുകയായിരുന്നു. നാട്ടിലോ വീട്ടിലോ ഒന്നും ബന്ധപ്പെടാതെയും മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെയും ഒളിവിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം പോലീസ് എത്തിയെങ്കിലും തൊട്ടു മുൻപായി ഇയാൾ പിടിയിലാകാതെ രക്ഷപ്പെട്ടു. തുടർന്നും കൊണ്ടോട്ടി പോലീസിന്റെ നിരന്തരമായ അന്വേഷണത്തിനൊടുവിൽ സെക്കന്ദരാബാദിൽ നിന്നും ഇയാളെ കണ്ടെത്തുകയും പോലീസ് പിന്നാലെയുണ്ടെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ട്രെയിനിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയുമായിരുന്നു. ട്രെയിനിൽ മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന പ്രതിയെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ട്രെയിനിൽ നിന്നും പിടികൂടുകയും ചെയ്തു. സമാന രീതിയിൽ കുട്ടികളെ പീഡിപ്പിച്ചതിന് മുൻപ് കണ്ണൂർ ജില്ലയിൽ 2ഉം തിരൂരിൽ 1 കേസും ഇയാൾക്കെതിരെ നിലവിലുള്ളതാണ്. പ്രതിയെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. കൊണ്ടോട്ടി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് PK സന്തോഷിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ PM ഷമീർ, സിവിൽ പോലീസ് ഓഫീസർമാരായ അമർദാസ്, ഋഷികേഷ്, അബ്ദുള്ള ബാബു, ശുഭ, അജിത് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഈ ചാനൽ കൊണ്ടോട്ടി. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.